ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് ഓഡിയോ എക്സിൻ്റെ ഒരു പ്രീമിയം ആംപ്ലിഫയറിനെ കുറിച്ചിട്ടാണ്. നമ്മൾ ഇതിനു മുമ്പേ ഈ ഒരു ആമ്പിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ ഒരു ആമ്പിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ വന്ന ഉടനെ തന്നെ, അതായത് നമുക്ക് മാർക്കറ്റിൽ വന്ന ഉടനെ തന്നെ പെട്ടെന്ന് അതങ്ങ് അപ്രത്യക്ഷമാവുകയാണ് ചെയ്തത്. കാര്യം ഒരുപാട് ആൾക്കാർ ആഗ്രഹിച്ചിട്ട് വാങ്ങാൻ പറ്റാത്ത ഒരു അവസ്ഥയിലോട്ടാണ് വന്നത്. കാര്യം ഈ ഒരു ആമ്പിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു ആംപ്ലിഫയറിൻ്റെ ബിൽഡ് ക്വാളിറ്റി, കമ്പോണൻസിൻ്റെ ക്വാളിറ്റി എല്ലാം പ്രീമിയം ലെവലിൽ വന്നിട്ടുള്ളത് കൊണ്ട് തന്നെയാണ് വന്ന സമയത്ത് ഈ ഒരു സാധനം പെട്ടെന്ന് അങ്ങ് അപ്രതീക്ഷിതമായിട്ട് പോയത്. കാര്യം മാക്സിമം വാങ്ങാൻ പറ്റുന്ന ആൾക്കാർ, അറിയാവുന്ന ആൾക്കാരാണ് കൂടുതൽ ഇത് വാങ്ങിയിട്ടുള്ളത്. കാര്യം കമ്പോണൻസിൻ്റെ ക്വാളിറ്റി എന്താണ് എന്നൊക്കെ ഉള്ള കാര്യങ്ങളെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് അറിയാവുന്ന ആൾക്കാരാണ് ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ നമുക്കിതിൻ്റെ റിവ്യൂയിലേക്ക് ഒന്ന് പോവാം. ഓക്കെ, ഈ കമ്പോണൻസിൻ്റെ ക്വാളിറ്റി എന്ന് പറയുമ്പോൾ നിങ്ങൾക്കിപ്പോൾ ഇവിടെ കാണാൻ പറ്റും. ഉപയോഗിച്ചിരിക്കുന്ന കപ്പാസിറ്റേഴ്സിൻ്റെയൊക്കെ ക്വാളിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഓഡിയോ ലെവലിൽ അല്ലെങ്കിൽ ഓഡിയോ ഗ്രേഡ് എന്ന് പറഞ്ഞൊരു ലെവലിലേക്ക് പോയിട്ടുള്ള രീതിയിലാണ് ഇതിൻ്റെ ഒരു കമ്പോണൻസ് ഒക്കെ വരുന്നത്. ഇപ്പോൾ ഈ കാണുന്ന കപ്പാസിറ്റർ, നോൺ പോളാർ കപ്പാസിറ്ററൊക്കെ തന്നെ വീമയുടെ കപ്പാസിറ്റേഴ്സൊക്കെയാണ് അവർ ഇതിനകത്ത് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ വീമയുടെ കപ്പാസിറ്ററിൻ്റെ വില നിങ്ങൾക്ക് അറിയാമോ എന്നുള്ളത് അറിയില്ല. കാര്യം നല്ല രീതിയിലുള്ള കമ്പോണൻസ് ഇട്ട് ആംപ്ലിഫയർ ചെയ്യുന്ന ചേട്ടന്മാർക്ക് അറിയാൻ പറ്റും വീമയുടെ ഒക്കെ കപ്പാസിറ്ററിൻ്റെ വില. ഒരു കപ്പാസിറ്ററിന് 60, 70 ആ റേഞ്ചൊക്കെയാണ് ഒരു കപ്പാസിറ്ററിൻ്റെ വില തന്നെ നമുക്ക് വീമ ചാർജ് ചെയ്യുന്നവർ. DIY ഓഡിയോ ക്രാഫ്റ്റ് എന്ന് പറയുന്ന സൈറ്റിൽ നമുക്ക് ഇതിൻ്റെ കപ്പാസിറ്ററൊക്കെ വാങ്ങാൻ കിട്ടും. നല്ല വില നമ്മൾ കൊടുക്കേണ്ടതായിട്ടുണ്ട്. പ്ലസ് GST അങ്ങനെയുള്ള പല കാര്യങ്ങളും അതിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു നല്ല ക്വാളിറ്റിയുള്ള കപ്പാസിറ്ററൊക്കെ ഇട്ടിട്ടുള്ളൊരു ആംപ്ലിഫയർ നമ്മുടെ നാട്ടിൽ തന്നെ വളരെ വളരെ കുറവാണ്. ഇല്ലെന്ന് തന്നെ വേണമെങ്കിൽ നമുക്ക് പറയാം. കാര്യം അത്രയും നല്ല ക്വാളിറ്റിയുള്ള കമ്പോണൻസ് ഇട്ടിട്ടാണ് ഈ ഒരു പ്രോഡക്റ്റ് അവർ മാർക്കറ്റിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. സത്യം പറഞ്ഞ് ഇതിനെക്കുറിച്ച് വർണ്ണിക്കുകയാണെന്നുണ്ടെങ്കിൽ കമ്പോണൻസിൻ്റെ സൈഡിനെ കുറിച്ച് തന്നെ ഒരുപാട് വർണ്ണിക്കാനായിട്ടുണ്ട്. കാര്യം ഈ ഓഡിയോ ഫയൽസ് ആയിട്ടുള്ള ആൾക്കാർ കൂടുതൽ ഉപയോഗിക്കുന്ന ആംപ്ലിഫയർ ബ്രാൻഡഡ് ആംപ്ലിഫയറുകളാണെന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ അതിനകത്ത് യൂസ് ചെയ്തിട്ടുള്ള കമ്പോണൻസ് ഒക്കെ എന്ന് വെച്ചാൽ ഇതുപോലെയുള്ള വീമയുടെയും അതുപോലെയുള്ള കമ്പനികളുടെ കമ്പോണൻസ് ആണ് അവർ കൂടുതലും യൂസ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അതുപോലെയുള്ള ഒരു ഓഡിയോ ക്വാളിറ്റി നമുക്ക് അതിനകത്ത് കിട്ടുന്നുണ്ട്. പക്ഷേ ഇതിൽ മറ്റൊരു ഘടകം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉപയോഗിക്കുന്ന സ്പീക്കേഴ്സും അതുപോലെ ആയിരിക്കണം എന്നുള്ളതാണ്. നമ്മൾ ഇത്രയും നല്ലൊരു ആംപ്ലിഫയർ ഇവിടെ വാങ്ങി അസംബിൾ ചെയ്ത് ഉപയോഗിക്കുന്നു എന്നുള്ളതിലല്ല കാര്യം. നിങ്ങളുടെ കയ്യിൽ അതുപോലത്തെ ഒരു സ്പീക്കറും കൂടെ ഉണ്ടെങ്കിൽ മാത്രം, അത് പോയിട്ട് നിങ്ങൾക്ക് അതുപോലത്തെ ഒരു ചെവിയും കൂടെ ഉണ്ടെങ്കിൽ മാത്രമായിരിക്കും നിങ്ങൾക്ക് ഇതിൻ്റെയൊക്കെ ഒരു ക്വാളിറ്റി അറിയാൻ പറ്റത്തുള്ളൂ എന്നുള്ളത് മറ്റൊരു കാര്യം. എന്നാലും നല്ല ആംപ്ലിഫയർ വേണം, നല്ല സ്പീക്കർ നിങ്ങൾക്ക് വേണം എന്നുള്ളതാണ് മറ്റൊരു കാര്യം. ഓഡിയോ എക്സിൻ്റെ പ്രോഡക്റ്റാണ്, ഞാൻ നേരത്തെ പറഞ്ഞു. അതിൻ്റെ ആ ഒരു പേരൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഓഡിയോ എക്സ് എന്ന് പറഞ്ഞ് അവരിവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൽ മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പറഞ്ഞില്ല, ഒരു പ്രീമിയം ലെവലിലുള്ളൊരു സാധനമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ സ്പീക്കർ പ്രൊട്ടക്ഷൻ വളരെ നല്ലൊരു സ്പീക്കർ പ്രൊട്ടക്ഷൻ ഇതിനകത്ത് അവർ കൊടുത്തിട്ടുണ്ട്. ഓംറോണിൻ്റെ റിലേ ആണ് ഇതിനകത്ത് യൂസ് ചെയ്തിട്ടുള്ളത്. കൂടാതെ തന്നെ ഇതിനകത്ത് വരുന്ന റെസിസ്റ്റേഴ്സ്, ഈ കാണുന്ന പോലെയുള്ള റെസിസ്റ്റേഴ്സൊക്കെ തന്നെ നല്ല 1% ഉള്ള MFR റെസിസ്റ്റേഴ്സാണ് ഇതിനകത്ത് അവർ യൂസ് ചെയ്തിട്ടുള്ളത്. കണ്ടില്ലേ? അപ്പം അങ്ങനെയുള്ള പല കാര്യങ്ങൾ ഈ ഒരു ബോർഡിനെ മറ്റുള്ള ബോർഡുകളിൽ നിന്ന്, നമ്മുടെ മാർക്കറ്റിലുള്ള മറ്റുള്ള ബോർഡുകളിൽ നിന്നും കുറച്ച് വ്യത്യസ്തമാക്കി മാറ്റുന്നുണ്ട്. ഒരു ചാനൽ 250 വാട്ട്സ്, ഈ ഒരു ചാനൽ 250 വാട്ട്സ്, ഈ ഒരു കാണുന്ന ചാനൽ 250 വാട്ട്സ്. ഈ ഒരു രീതിയിലാണ് ഇതിൻ്റെ ഒരു പവർ റേറ്റിംഗ് വരുന്നത്. കൂടാതെ തന്നെ ഈ ഒരു ബോർഡ് നമുക്ക് ബ്രിഡ്ജ് മോഡിലും യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അതായത് ബ്രിഡ്ജ് മോഡിൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 500 വാട്ട് ഇതിനകത്ത് അവർ അവകാശപ്പെടുന്നുണ്ട്. അപ്പോൾ പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ നിങ്ങളിത് വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഇത് ബ്രിഡ്ജ് ചെയ്ത് ഉപയോഗിക്കുന്നതിന് പകരം ഒരു സ്റ്റീരിയോ ആംപ്ലിഫയർ, നല്ലൊരു ഓഡിയോ ക്വാളിറ്റി കിട്ടാൻ സാധ്യതയുള്ള നല്ലൊരു സ്റ്റീരിയോ ആംപ്ലിഫയറായിട്ട് നിങ്ങൾ യൂസ് ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ഭാഗത്തു നിന്നുള്ളത് ഞാൻ ഒരു അഭിപ്രായമായിട്ട് പറയാനുള്ളത്. കാര്യം ഇത്രയും നല്ലൊരു ബോർഡ് വാങ്ങി നിങ്ങൾ അതിനെ ബ്രിഡ്ജ് ചെയ്ത് സബ് വൂഫറിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യേണ്ടത് എൻ്റെ ഒരു ആവശ്യം ഉണ്ടോ എന്നുള്ളത് ചിന്തിക്കേണ്ടതായിട്ടിരിക്കുന്നു. കാര്യം എപ്പോഴും നമ്മളൊരു ആംപ്ലിഫയർ വാങ്ങുന്ന സമയത്ത് ഒരു സ്റ്റീരിയോ പാട്ട് കേൾക്കുന്നതിന് വേണ്ടി, ചാനലിന് പാട്ട് കേൾക്കുന്നതിന് വേണ്ടിയിട്ടായിരിക്കാം നമ്മൾ ഇത്രയും നല്ലൊരു ആംപ്ലിഫയർ വാങ്ങാനായിട്ട് നമ്മൾ ശ്രമിക്കുന്നത് എപ്പോഴും. അപ്പോൾ അങ്ങനെയുള്ളൊരവസ്ഥയിൽ വരുമ്പോൾ നമ്മൾ ഇതിനെ ബ്രിഡ്ജ് ചെയ്തിട്ട് നമ്മൾ ലെഫ്റ്റ് റൈറ്റ് സ്പീക്കേഴ്സിന് ഉപയോഗിക്കുന്ന സബ് വൂഫറിന് ഉപയോഗിക്കുന്നതിന് പകരം നമ്മൾ ബ്രിഡ്ജ് ചെയ്യാതെ നോർമലി നമുക്ക് 250 വാട്ട്സ് ഒരു ചാനലിന്, അടുത്ത് 250 വാട്ട്സ് ഒരു ചാനലിനും കൊടുത്ത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അത് എൻ്റെ മാത്രം അഭിപ്രായമാണ്. ചിലപ്പോൾ വേറൊരാൾ പല രീതിയിലും അഭിപ്രായം പറയാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ
നിങ്ങളടുത്ത് റിക്വസ്റ്റ് ചെയ്യുന്നത് നിങ്ങളിത് വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റീരിയോ ആംപ്ലിഫയർ നിർമ്മിച്ച് ഉപയോഗിക്കുന്നതിന് വേണ്ടി മാത്രം ഉപയോഗിക്കുക. കാര്യം സബ് വൂഫർ എന്ന് പറയുന്നൊരു സൈഡിലോട്ട് നമുക്ക് പെർഫോമൻസ് ഒരു ബേസ് എന്ന് പറഞ്ഞൊരു സാധനം മാത്രം നമുക്ക് കിട്ടുന്ന. സ്റ്റീരിയോ എന്ന് പറയുമ്പോൾ നമുക്ക് ലെഫ്റ്റ് റൈറ്റിന് ഡീറ്റെയിലിങ് ഓരോ സൗണ്ടിൻ്റെ ഒരു പാട്ടിൻ്റെ അല്ലെങ്കിൽ ഇൻസ്ട്രുമെൻറ്റിൻ്റെ ഓരോ ഭാഗങ്ങളും നമ്മൾ മനസ്സിലാക്കുന്നതിന് വേണ്ടിയും കേൾക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ സ്റ്റീരിയോ എന്നുള്ള രീതിയിൽ നമ്മൾ ഒരു ആംപ്ലിഫയറിന് ഉപയോഗിക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നല്ല കമ്പോണൻസ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് നല്ലൊരു ഓഡിയോ ക്വാളിറ്റി കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഈ ഭാഗത്താണ് ഇതിൻ്റെ ഓഡിയോ ഇൻപുട്ട് കൊടുക്കാനായിട്ടുള്ളത്. അതായത് പ്രീ ആംപ്ലിഫയറിൽ നിന്നും വരുന്ന ഇൻപുട്ട് കൊടുക്കാനായിട്ടുള്ളത് ഈ ഭാഗത്താണ്. അപ്പോൾ ഈ ഭാഗത്ത് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ഈ കാണുന്ന നോൺ പോളാർ കപ്പാസിറ്റർ വഴിയാണ് ഈ ഒരു ആമ്പിൻ്റെ ഫസ്റ്റ് സ്റ്റേജിലേക്ക് പോകുന്നത്. അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ ഒരു സർക്യൂട്ട് അവർ ചെയ്തിട്ടുള്ളത്. എല്ലാ ആമ്പിലും അങ്ങനെ തന്നെയാണ്. പക്ഷേ ഇവിടെ ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ നോൺ പോളാർ കപ്പാസിറ്റർ നല്ല ഓഡിയോ ഗ്രേഡ് ആയിട്ടുള്ള കപ്പാസിറ്റർ ഇതിനകത്ത് യൂസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഒരു എടുത്ത് പറയേണ്ട ഒരു പ്രത്യേകതയായിട്ട് ഇവിടെ ഉള്ളത്. അപ്പോൾ ഇതിൽ ഒരു കാര്യം എടുത്ത് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കിപ്പോൾ ഒരു ഉദാഹരണം പറയാം. ഇപ്പോൾ നമ്മൾ ലഡ്ഡു വാങ്ങുമ്പോൾ നമുക്ക് 5 രൂപയ്ക്ക് ലഡ്ഡു കിട്ടും. അതേ ലഡ്ഡു, അതായത് ഈ ലഡ്ഡു എന്ന് പറയുന്ന സാധനം നമുക്ക് 50 രൂപയ്ക്കും കിട്ടും. പക്ഷേ ഇതിന് ഈ 50 രൂപ നമ്മൾ പൈസ കൂടുതൽ കൊടുക്കുമ്പോൾ ആ ഒരു ലഡ്ഡുവിലെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങൾ വെച്ച് അത് ചെയ്തിട്ടുള്ളത് കൊണ്ട് തന്നെ അതിൻ്റെ ടേസ്റ്റ് വളരെ കൂടുതലായിരിക്കും ഈ 5 രൂപയ്ക്ക് വാങ്ങുന്ന ലഡ്ഡുവിനെയും കാട്ടി. അപ്പോൾ ഞാനത് പ്രത്യേകിച്ച് എടുത്ത് പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ, ഈ 2-3 വിഭാഗം ആൾക്കാരുണ്ട്. അവർക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും വില കുറഞ്ഞ ആംപ്ലിഫയറിൽ അല്ലെങ്കിൽ ഏറ്റവും കുറഞ്ഞ ചിലവിൽ ആംപ്ലിഫയർ ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാരുണ്ടായിരിക്കും. എന്നാൽ ഈ ആംപ്ലിഫയറിന് ഒടുക്കത്തെ ക്വാളിറ്റി വേണം എന്ന് ആഗ്രഹമുള്ളവരും ആയിരിക്കും ഈ ആൾക്കാർ. അവരുടെ കയ്യിലുള്ള ക്യാഷ് വളരെ കുറവായിരിക്കും, പക്ഷെ നല്ല ക്വാളിറ്റിയുള്ള ആംപ്ലിഫയർ വേണം എന്നുള്ള ആഗ്രഹമുള്ള ആൾക്കാരായിരിക്കും ചില ആൾക്കാർ. എന്നാൽ ചില അടുത്ത ആൾക്കാരെന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര ക്യാഷ് പൊട്ടിയാലും കുഴപ്പമില്ല, അവർക്ക് എത്ര പൈസ ചിലവായാലും കുഴപ്പമില്ല, വേണമെങ്കിൽ അവർ കടം വാങ്ങിയും ആംപ്ലിഫയർ ചെയ്യും. പക്ഷെ അവർക്ക് ഏറ്റവും നല്ല ക്വാളിറ്റിയുള്ള സാധനം വേണം എന്നുള്ള ആഗ്രഹമുള്ള ആൾക്കാരും ഉണ്ട്. ഇനി അടുത്തൊരു വിഭാഗം ആൾക്കാരാണ്, അവർ ആംപ്ലിഫയർ അസംബ്ലിങ് ചെയ്യാനായിട്ട് അവർക്ക് താല്പര്യം കാണത്തില്ല. അവർ ലോകോത്തര നിലവാരമുള്ള ബ്രാൻഡഡ് ആംപ്ലിഫയറുകളും ബ്രാൻഡഡ് സ്പീക്കേഴ്സും യൂസ് ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാരായിരിക്കും. അവരാരും തന്നെ ഇതുപോലുള്ള ആംപ്ലിഫയറിലേക്ക് നമ്മൾ ഇതുപോലുള്ള ഈ അസംബ്ലിങ് ടീമുകളെയൊന്നും സമീപിക്കാറില്ല. അവരായിട്ട് അവർക്ക് ഒരു ബന്ധവും കാണത്തില്ല. അവർ ഡയറക്റ്റ് കമ്പനിയിൽ നിന്നും ആംപ്ലിഫയർ വാങ്ങി ഉപയോഗിക്കുന്ന ആൾക്കാരായിരിക്കും. ഇനി ഇതിൽ ഒരു വിഭാഗം മറ്റൊരാൾക്കാരുണ്ട്. അവരെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചൊറിയന്മാരുടെ സ്വഭാവമുള്ള ആൾക്കാരായിരിക്കും. അപ്പം അവരെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും ആംപ്ലിഫയർ ഉണ്ടാക്കത്തുമില്ല. എന്നാൽ അവരെ കയ്യിൽ പൈസ വെച്ചുകൊണ്ടിരുന്നിട്ട് 100 പേരെടുത്ത് ചോദിക്കും എങ്ങനെ ആംപ്ലിഫയർ ഉണ്ടാക്കാം, അതിന് എത്ര രൂപയാവും, ആ ബോർഡ് വെച്ച് ചെയ്യുമ്പോൾ എത്രയാവും, അങ്ങനെയൊക്കെ ചോദിച്ച് നടക്കുന്ന ആൾക്കാരുമുണ്ട്. എന്നാൽ അവർ ഈ ജീവിതത്തിൽ ഒരിക്കലും തന്നെ അവർ നല്ലൊരു ആംപ്ലിഫയർ ഉണ്ടാകത്തില്ല. അവസാനം അവർ പോയി ചാടുന്നത് ഏതെങ്കിലും അബദ്ധത്തിലായിരിക്കും. അപ്പം ഞാൻ എടുത്ത് പറയാനുള്ള കാരണം, ഇത് എൻ്റെ ഒരു അനുഭവമാണ്. അത് ഞാൻ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു അനുഭവം കൂടെയാണ്. ഒരുപാട് ആൾക്കാർ എന്നെ കോൺടാക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ എടുത്ത് പറഞ്ഞതാണ്. അപ്പം ഈ ഒരു ആംപ്ലിഫയറിൻ്റെ ഇത് വെച്ച് നമുക്ക് നോക്കുമ്പോൾ ഇത് നല്ലൊരു ക്വാളിറ്റിയുള്ള സാധനങ്ങൾ വെച്ച്, അതാണ് ലഡ്ഡുമായിട്ട് ഞാൻ പറഞ്ഞത്. 50 രൂപയുടെ ലഡ്ഡു 5 രൂപയുടെ ലഡ്ഡും തമ്മിലുള്ള വ്യത്യാസം ഞാൻ പറഞ്ഞത് ഈ ആംപ്ലിഫയറിനെ പറഞ്ഞ് നിങ്ങളെ മനസ്സിലാക്കിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. കാര്യം ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന ചേരുവകളെല്ലാം നല്ലതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഔട്ട്പുട്ടിലേക്ക് കിട്ടുന്ന സാധനം, ഈ ഒരു പവർ ഔട്ട്പുട്ട് അല്ലെങ്കിൽ സ്പീക്കറിലേക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് അത്രയും നല്ലതായിരിക്കണം. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കയ്യിൽ നല്ല സ്പീക്കേഴ്സും ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. ഇതിൻ്റെ ഒരു വില എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 8000 രൂപയ്ക്കകത്തൊക്കെ ഉള്ള വിലയാണ് വരുന്നത്. ഇതിന് അത്യാവശ്യം വിലയുണ്ട്. കാര്യം എന്തിനാണ് ഇതിന് ഇത്രയും വിലയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന സാധനങ്ങളുടെ ക്വാളിറ്റി കാരണമാണ് ഇതിന് ഇത്രയും വില. മനസ്സിലായില്ലേ? ഈ ഒരു സൈഡ് 250 ഈ സൈഡ് 250 ഉള്ളൂ. നമ്മുടെ ലോക്കൽ മാർക്കറ്റിൽ കിട്ടുന്ന ഒരു ആംപ്ലിഫയറിൻ്റെ വില വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 2 ആംപ്ലിഫയർ ഇപ്പോൾ ലെഫ്റ്റിനും റൈറ്റിനും നമുക്ക് 250 + 250 ഒരു ആംപ്ലിഫയർ വാങ്ങണമെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 4000-5000 രൂപയ്ക്കകത്ത് നമുക്ക് കിട്ടും. ഓക്കെ, കിട്ടും. എന്നാലും മറ്റൊരു കാര്യം, അതിൻ്റെ പവർ സപ്ലൈയും എല്ലാ സാധനങ്ങളൂടെ നിങ്ങൾ ചെയ്തു വരുമ്പോൾ ഈ പറയുന്ന 7000 രൂപ നിങ്ങൾ കഴിയുന്ന എന്തായാലും കീറും, അല്ലെങ്കിൽ ഈ പറയുന്ന 8000 രൂപ നിങ്ങൾ കഴിയുന്ന എന്തായാലും കീറും പവർ സപ്ലൈ എല്ലാം കൂടെ വരുമ്പോൾ. കാര്യം എന്നാൽ പോലും നിങ്ങൾക്ക് ഇത്രയും ക്വാളിറ്റിയുള്ള പവർ സപ്ലൈയും ഇത്രയും ക്വാളിറ്റിയുള്ള ആംപ്ലിഫയർ നിങ്ങൾക്ക് ഒരു കാരണവശാലും വാങ്ങാൻ പറ്റും എന്ന് എനിക്ക് തോന്നുന്നില്ല. കാര്യം നമ്മുടെ നാട്ടിൽ കിട്ടാവുന്ന, നമ്മുടെ കേരളത്തിൽ അല്ലെങ്കിൽ നമ്മളെ ഇന്ത്യയിൽ തന്നെ കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ല കമ്പോണൻസ് വച്ച് ചെയ്തിട്ടുള്ളൊരു സാധനമാണ് ഇത്. പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞില്ലേ, വീമയുടെ കപ്പാസിറ്ററൊക്കെ വെച്ച് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് കാര്യം. ഇതിൻ്റെ ഒരു കപ്പാസിറ്റർ വാങ്ങണമെങ്കിൽ തന്നെ നിങ്ങൾ ജസ്റ്റ് പോവുക, ഗൂഗിൾ ചെയ്യുക, വീമയുടെ ഏതെങ്കിലും ഒരു വാല്യൂ കൊടുക്കുക. നിങ്ങൾക്ക് ഏതെങ്കിലും ആവശ്യമായിട്ടുള്ള ഒരു നോൺ പോളാർ കപ്പാസിറ്ററിൻ്റെ വാല്യൂ കൊടുക്കുക, വീമ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുക.
അപ്പോൾ ഇതിൻ്റെ വില നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ആംപ്ലിഫയറിന് ഇത്രയും വില വന്നത്, 8000 രൂപയ്ക്കകത്തുള്ള വില വന്നത് എന്തുകൊണ്ടാണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് ഒന്ന് പോവാം. ഈ ഒരു ആംപ്ലിഫയർ നമുക്ക് 2 രീതിയിൽ ഉപയോഗിക്കാൻ പറ്റും. ഒന്നുകിൽ ബ്രിഡ്ജ് ചെയ്തിട്ട് നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും. ഇല്ലെന്നുണ്ടെങ്കിൽ ലെഫ്റ്റ് റൈറ്റിന് വേണ്ടിയിട്ട് സ്റ്റീരിയോ ആംപ്ലിഫയറായിട്ട് നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും. ഞാൻ ഒന്നും കൂടെ എടുത്ത് പറയുകയാണെങ്കിൽ ഇത് നിങ്ങൾ വാങ്ങുന്ന സമയത്ത് സ്റ്റീരിയോ ആംപ്ലിഫയറായിട്ട് തന്നെ ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കുക. അതാണ് നിങ്ങൾക്ക് ഏറ്റവും നല്ലത്. കാര്യം ക്വാളിറ്റിയുടെ ഒരു കാര്യം വച്ചിട്ടാണ് ഞാൻ പറയുന്നത്. ഓക്കെ, നിങ്ങൾക്ക് വേണമെങ്കിൽ സബ്വൂഫറിന് വേണ്ടിയും യൂസ് ചെയ്യാം, പക്ഷേ അത് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നില്ല. കാര്യം വർക്കിംഗ് ആവും, നല്ല പെർഫോമൻസ് നിങ്ങൾക്ക് കിട്ടും. പക്ഷേ ഓഡിയോ ക്വാളിറ്റി വേണമെന്ന് താല്പര്യമുള്ള ആൾക്കാർക്ക് ലെഫ്റ്റ് റൈറ്റിന് വേണ്ടി ഉപയോഗിക്കുക എന്ന് മാത്രമേ ഞാൻ വീണ്ടും പറയുന്നുള്ളൂ. അതെൻ്റെ മാത്രം അഭിപ്രായമാണ്. ഓക്കെ, ബാക്കിയുള്ളത് നിങ്ങളെ ഇഷ്ടം. ഇതിനകത്ത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് ബ്രിഡ്ജ് ചെയ്തും സ്റ്റീരിയോയിലും ഉപയോഗിക്കാൻ പറ്റും. അത് നമുക്ക് എങ്ങനെയാണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോക്കാം. ഇതിനകത്ത് ഫസ്റ്റ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കിത് ബ്രിഡ്ജ് ചെയ്ത് ഉപയോഗിക്കാനാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്തൊരു കുഞ്ഞ് സ്വിച്ച് കാണുന്നുണ്ട്, കണ്ടില്ലേ? ഈ ഒരു കുഞ്ഞ് സ്വിച്ചും അതുമായിട്ട് അനുബന്ധപ്പെട്ട് ഇവിടെ കുഞ്ഞ് റിലേയും കാണുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സ്വിച്ച് ബ്രിഡ്ജ് മോഡിലൊക്കെ ആകുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് വലത്തോട് തിരിച്ച് കഴിഞ്ഞാൽ ഇത് ബ്രിഡ്ജ് മോഡിലേക്കും, ഇടത്തോട് തിരിച്ച് കഴിഞ്ഞാൽ നോർമൽ സ്റ്റീരിയോ മോഡിലേക്കും പോകുന്ന ഒരു രീതിയിലാണ് ഇത് വരുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇനി അതല്ല എന്നുണ്ടെങ്കിൽ പുറത്തൊരു സ്വിച്ച് വെച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു കണക്ടർ കൊടുത്തിട്ടുണ്ട്. കണ്ട BTL കീ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് ഒരു വയർ വെച്ച് കണക്ട് ചെയ്ത് പുറത്തൊരു സ്വിച്ച് വെച്ചാൽ നിങ്ങൾക്കിത് വർക്ക് ചെയ്യിപ്പിക്കാൻ പറ്റും. BTL മോഡിൽ, അതായത് ബ്രിഡ്ജ് മോഡിൽ നിങ്ങൾക്ക് വർക്ക് ചെയ്യിപ്പിക്കാൻ പറ്റും. അതിന് വേണ്ടി ഒരു LED, അത് നിങ്ങൾ ബ്രിഡ്ജ് മോഡിലാണ് കിടക്കുന്നത്, ഇപ്പോൾ ആമ്പ് ബ്രിഡ്ജ് മോഡിലാണ് കിടക്കുന്നതെന്ന് അറിയുന്നതിന് വേണ്ടിയിട്ട് ഒരു BTL LED ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ഒരു കണക്ഷൻ എടുത്തിട്ട് വെളിയിൽ ആമ്പിൻ്റെ ക്യാബിൻ്റെ ഫ്രണ്ടിലത്തെ പാനലിൽ നിങ്ങൾക്ക് ഒരു LED കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് അറിയാൻ പറ്റും അത് ഇതാണെന്നുള്ളത്, എങ്ങനെ ബ്രിഡ്ജ് മോഡിലാണ് കിടക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഇനി അതല്ല, നിങ്ങൾക്ക് ദാണ്ട ഇവിടെ ഈ സ്വിച്ച് തിരിക്കുന്ന സമയത്ത് ഈ ഒരു ബ്രിഡ്ജ് മോഡിൻ്റെ ഓപ്ഷനിലോട്ട് ഈ സ്വിച്ച് തിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇതാ ഇവിടെ ഒരു BTL എന്ന് പറഞ്ഞൊരു ഓറഞ്ച് കളറിൽ LED കാണുന്നുണ്ട്. ആ LED നിങ്ങൾക്ക് കത്തി ഇത് മനസ്സിലാക്കാം ഇതിപ്പോൾ ബ്രിഡ്ജ് മോഡിലാണ് കിടക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഓക്കെ, പിന്നെ അഡീഷണൽ ആയിട്ട് കൂളിങ്ങിന് വേണ്ടി നിങ്ങളൊരു ഫാനിൻ്റെ ഒന്നും ആവശ്യമില്ല, വയ്ക്കേണ്ട ഒരു ആവശ്യമില്ല. ഇവിടെ ഒരു ഫാൻ ഇതാ അവർ കൊടുത്തിട്ടുണ്ട്. ഈ ആമ്പ് ഓൺ ആവുന്ന സമയത്ത് തന്നെ ഇത് കറങ്ങിയിട്ട് ഹീറ്റ് സിങ്കിനെ തണുപ്പിച്ചുകൊണ്ടിരിക്കും. നല്ല കീടിലും ഒരു ഹീറ്റ് സിങ്ക് ഇതിനകത്ത് വരുന്നുണ്ട്. നല്ല അടിപൊളിയായിട്ടൊരു ഹീറ്റ് സിങ്ക് ഇതിനകത്ത് വരുന്നുണ്ട്. ഹീറ്റ് മാനേജ്മെൻറ്റൊക്കെ അവർ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. കൂടാതെ തന്നെ ഇതിനകത്ത് മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞു ലെഫ്റ്റിനും റൈറ്റിനും വേണ്ടിയിട്ട് അവർ റിലേ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു റിലേ ആ ലെഫ്റ്റ് റൈറ്റിന് വേണ്ടിയിട്ടാണ് അവരിവിടെ കൊടുത്തിട്ടുള്ളത്. സ്പീക്കർ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് കൊടുത്തിട്ടുള്ളതാണ്. ഇതിൻ്റെ പ്രൊട്ടക്ഷൻ പക്കാ പ്രൊട്ടക്ഷനാണ്. ആ പ്രൊട്ടക്ഷൻ എന്തുകൊണ്ടാണെന്നുള്ളത് ഞാൻ അടുത്ത പറയാൻ പോകുന്നത് അതിനെക്കുറിച്ചിട്ടാണ്. ഇതിൻ്റെ സ്പീക്കർ പ്രൊട്ടക്ഷൻ കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആണ്. കാര്യം എന്തെന്ന് വെച്ചാൽ C1237 എന്ന് പറയുന്ന ഒരു IC വെച്ചിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത്. സ്പീക്കർ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടുള്ളൊരു സ്പെഷ്യലായിട്ടുള്ളൊരു IC ആണ്. ആ IC വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഇപ്പോൾ ഇവിടെ ഇൻപുട്ട് കൊടുക്കുന്ന സമയത്ത്, ഇപ്പോൾ അപ്പുറത്തെ സൈഡാണ് ഇൻപുട്ട് വരുന്നത്. ഇപ്പോൾ ഈ ഒരു സൈഡിൽ നിങ്ങൾ ഇൻപുട്ട് കൊടുക്കുന്ന സമയത്ത് അവിടെ ആ ഇൻപുട്ടിൻ്റെ വയർ ലൂസായോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നം, ആ ഇൻപുട്ടിൻ്റെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ പോലും ഈ സ്പീക്കർ പ്രൊട്ടക്ഷൻ വർക്കാവും എന്നുള്ളതാണ് ഇതിൻ്റെ. അതായത് ഇൻപുട്ടുമായിട്ട് ബന്ധം വരുന്നുണ്ട്. നിങ്ങൾ കൊടുക്കുന്ന ആ ഒരു ഇൻപുട്ട് കറക്റ്റ് അല്ല എന്നുണ്ടെങ്കിൽ ഇത് സ്പീക്കർ പ്രൊട്ടക്ഷൻ അടിച്ചു നിൽക്കാനുള്ളൊരു സാധ്യത ഉണ്ട്. കൂടാതെ തന്നെ സ്പീക്കറിൻ്റെ ഔട്ട്പുട്ടിൽ എന്തെങ്കിലും ഒരു പ്രശ്നം പറ്റുകയാണെങ്കിലോ അല്ലെങ്കിൽ DC വരികയാണെങ്കിലോ അങ്ങനെയൊക്കെ ആണെങ്കിലും പക്കാ പ്രൊട്ടക്ഷനാണ്. നമുക്ക് നോർമലി ലോക്കലി കിട്ടുന്ന സ്പീക്കർ പ്രൊട്ടക്ഷനെയും കാട്ടിയൊക്കെ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സ്പീക്കർ പ്രൊട്ടക്ഷനാണ് ഇതിനകത്ത് വരുന്നത്. കൂടാതെ സ്പീക്കർ പ്രൊട്ടക്ഷന് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്ന ആ ഒരു റിലേ എന്ന് വെച്ചാൽ ഒമറോൺ എന്ന് പറഞ്ഞൊരു കമ്പനിയുടെയാണ്. ആ ഒരു റിലേ തന്നെ നല്ല വിലയുള്ളൊരു റിലേ ആണ്. ഈ ഒരു റിലേ നമുക്ക് റോബോ.ഇനിലൊക്കെ വാങ്ങാൻ കിട്ടുന്നതാണ്. അത്യാവശ്യം കോസ്റ്റ്ലിയാണ് ആ റിലേക്ക്. ഞാൻ പറഞ്ഞില്ലേ, എല്ലാ സാധനങ്ങളും അത്യാവശ്യം നല്ല വിലയുള്ള കമ്പോണൻസ് ആണ് ഇതിനകത്ത് അവർ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ബോർഡിന് ഏകദേശം 8000 രൂപ വില വരുന്നതും അതുകൊണ്ട് തന്നെയാണ് ആ വില വരുന്നത്. സ്പീക്കർ പ്രൊട്ടക്ഷൻ ആണെങ്കിൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു IC അതിനകത്ത് യൂസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു ICക്ക് നല്ല വില വരുന്നുണ്ട്. ഈ ICക്ക് മാത്രം തന്നെ 100 രൂപയ്ക്കകത്താണ് ഇതിൻ്റെ ഒരു ICക്ക് മാത്രം വില വരുന്നത്. നമുക്ക് ഈ ICയും നമ്മുടെ മാർക്കറ്റിൽ വാങ്ങാൻ കിട്ടുന്ന IC തന്നെയാണ്. അപ്പോൾ നല്ലൊരു IC വച്ചിട്ടാണ് അതിൻ്റെ സ്പീക്കർ പ്രൊട്ടക്ഷൻ നമുക്ക് ചെയ്തിട്ടുള്ളത്. ഓക്കെ, പിന്നെ ഇനി മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ജസ്റ്റ് ഇതിൻ്റെ ഒരു പവർ സപ്ലൈയിലേക്ക് ഒന്ന് പോവാം. ഈ ഒരു പവർ സപ്ലൈ എടുത്തു കഴിഞ്ഞാൽ ഇതിനകത്ത് നമുക്ക് കാണാനായിട്ട് പറ്റും. ഫസ്റ്റ് തന്നെ കാണാൻ പറ്റുന്ന ഒരു കാര്യമാണ്, നല്ല കപ്പാസിറ്റർ ഇതിനകത്ത് യൂസ് ചെയ്തിട്ടുണ്ട്. ഓഡിയോ ഗ്രേഡ് കപ്പാസിറ്ററാണ്. ഫോർ ഓഡിയോ എന്ന് എഴുതിയിട്ടുണ്ട്. 63ൻ്റെ 10,000 UF കപ്പാസിറ്ററാണ് ഇതിനകത്ത് യൂസ് ചെയ്തിട്ടുള്ളത്. കൂടാതെ തന്നെ ഇതിനകത്ത് മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ 3 ഡയോഡ് ഇതിനകത്ത് യൂസ് ചെയ്തിട്ടുണ്ട്. ഫിൽട്രേഷൻ നല്ല പക്കയായിട്ട് കിട്ടുന്നതിന് വേണ്ടി 3 ഡയോഡ് അതിനകത്ത് യൂസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്.
പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെയാണ് എ സി സപ്ലൈ കൊടുക്കാനായിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ എ സി സപ്ലൈ എത്രയാണെന്നുള്ളത് കറക്റ്റ് അതിൻ്റെ പേപ്പറിൽ അവർ കൊടുത്തിട്ടുണ്ട്. കണ്ടോ, ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. സ്റ്റീരിയോ പവർ 60 വോൾട്ട് 4 ഓംസിൽ 250 വാട്ടിൻ്റെ 2 ആണ് കൊടുത്തിട്ടുള്ളത്. BTL പവർ 60 വോൾട്ട് ഡി സിയിൽ നമുക്ക് കിട്ടുന്നതെന്ന് വെച്ചാൽ 4 ഓംസിൽ 500 വാട്ട് ആണ് കിട്ടുന്നത്. ഓക്കെ, അടുത്ത സ്റ്റീരിയോ പവർ DC 20 വോൾട്ടിൽ 4 ഓംസിൽ നമുക്ക് 25 വാട്ട്, ഒരു ചാനലിന് 25 വാട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. ഓക്കെ, പിന്നെ അടുത്ത് വരുന്ന BTL മോഡിലാണെങ്കിൽ പവർ DC 20 വോൾട്ടിലാണെങ്കിൽ 50 വാട്ട് × 1 കിട്ടുന്നുണ്ട്. അതായത് ഈ ഒരു ആംപ്ലിഫയർ നമുക്ക് 20 വോൾട്ടിലും വർക്ക് ചെയ്യിപ്പിക്കാം എന്നുള്ളതാണ് അവർ ഇതിനകത്ത് പറഞ്ഞിട്ടുള്ളത്. കാര്യം ഒരുപാട് പവറൊന്നും വേണ്ടാത്ത ആൾക്കാർക്ക് നമുക്ക് ഈ പറഞ്ഞ 20 വോൾട്ട് DC കൊടുത്തു കഴിഞ്ഞാൽ, 20 ഞാൻ പറഞ്ഞത് 20 DC ആണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, നല്ല ആംബിയർ വേണം, നമുക്ക് നല്ല ആംബിയർ ആവശ്യമായിട്ട് ഉണ്ട് ഇതിനകത്ത് ഞാൻ പറഞ്ഞില്ല. ഇത് ഈ ഒരു സാധനം 15 വോൾട്ട് AC 15 വോൾട്ട് തൊട്ട് മാക്സിമം AC 45 വോൾട്ട് വരെയാണ് വർക്ക് ആവുന്നത്. അപ്പോൾ നമുക്ക് 15 വോൾട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് DC 20 വോൾട്ട്, AC 15 വോൾട്ട് കൊടുത്തു കഴിഞ്ഞാൽ DC 20 വോൾട്ട് നമുക്ക് കിട്ടും. ഓക്കെ, അടുത്ത് AC 45 വോൾട്ടാണ് നമ്മൾ യൂസ് ചെയ്യുമ്പം ഫിൽട്രേഷനൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ നമുക്ക് 60 വോൾട്ട് കിട്ടും. അതുകൊണ്ടാണ് അവർ പ്രത്യേകം ഇതിനകത്ത് ഇത് എഴുതിയിട്ടുള്ളത്. നിങ്ങളുടെ ഒരു ശ്രദ്ധ അവിടെ കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് പ്രത്യേകം ഈ ഒരു സംഭവം ഇതിനകത്ത് എഴുതിയിട്ടുള്ളത്. പിന്നെ ഈ കാണുന്ന രീതിയിലുള്ള എല്ലാ കാര്യങ്ങളും അവർ നിങ്ങൾക്ക് വേണ്ടി കൊടുത്തിട്ടുള്ളത് നിങ്ങൾക്കൊരു തെറ്റ് പറ്റാതിരിക്കുന്നതിന് വേണ്ടിയിട്ടും കൂടെയാണ്. കൂടാതെ തന്നെ ഇതിൻ്റെ ഒരു ഈ ഒരു പവർ സപ്ലൈയുടെ കണക്ഷൻ്റെ കേസും കൂടെ അവർ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അതെങ്ങനെയാണ് നമുക്ക് നോക്കാം. ഈ ഒരു പവർ സപ്ലൈയിൽ AC സപ്ലൈ കൊടുക്കേണ്ടത് ഇവിടെയാണ്. ഇപ്പോൾ നമ്മൾ 20/0/20 ആണ് നമ്മളിവിടെ കൊടുക്കുന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് 20/0/20 കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഔട്ട്പുട്ട് വരുന്നതെന്ന് ഫിൽട്രേഷനൊക്കെ കഴിഞ്ഞ് ഈ ഒരു ഡയോഡ് വഴി കയറി ഇറങ്ങി ഫിൽട്രേഷനൊക്കെ കഴിഞ്ഞ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഭാഗത്തോട്ടായിരിക്കും. ആ ഒരു ഭാഗത്തോട്ട് വരുമ്പോൾ എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. കണ്ടില്ലേ, ഇവിടെയാണ് ഇത് നെഗറ്റീവ് സൈഡാണ്, ഇത് ഗ്രൗണ്ട് സൈഡാണ്, ഇത് പോസിറ്റീവ് സൈഡാണ്. ഓക്കെ, അത് ഇതിനകത്ത് അവർ വളരെ കൃത്യമായിട്ടും കൊടുത്തിട്ടുണ്ട്. ഇതൊരു AC ആണ് വരുന്നത്. നമ്മളിവിടെ കൊടുക്കുന്ന അതിലെ ഒരു AC ഡയറക്റ്റ് ഇവിടെ വരികയാണ്. അത് എന്തിനെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു AC നമ്മൾ കൊടുക്കേണ്ടത് എവിടെയാണെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഈ ഒരു മാനുവലിൽ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മൾ AC കൊടുക്കാനായിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ബോർഡിൽ വരുമ്പോൾ ഇവിടെയായിട്ടാണ് നമ്മൾ AC സപ്ലൈ കൊടുക്കാനായിട്ടുള്ളത്. അതെന്തിനെന്ന് വെച്ചാൽ ഈ ഒരു സ്പീക്കർ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടുള്ള ഒരു സപ്ലൈ ആണ് അവിടെ നമ്മൾ കൊടുക്കാനായിട്ടുള്ളത് എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു സ്പീക്കർ പ്രൊട്ടക്ഷൻ നിങ്ങൾക്ക് ഓൺ ആവണമെന്നുണ്ടെങ്കിൽ ഇവിടെ ആ AC സപ്ലൈ നിങ്ങൾ കൊടുക്കേണ്ടതായിട്ടുണ്ട്. ആ ഒരു AC സപ്ലൈ ഇവിടെ കൊടുക്കുമ്പോഴായിരിക്കും നിങ്ങൾക്ക് ഈ ഒരു സ്പീക്കർ പ്രൊട്ടക്ഷന് വേണ്ടി സെപ്പറേറ്റ് ഒരു സപ്ലൈ ആയിട്ടാണ് അവരിത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ സ്പീക്കർ പ്രൊട്ടക്ഷൻ്റെ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് ആ ഒരു കണക്ഷൻ നമ്മളവിടെ കൊടുക്കേണ്ടതായിട്ടുള്ളത്. അപ്പോൾ ഈ സ്പീക്കർ പ്രൊട്ടക്ഷൻ വർക്ക് ചെയ്യുന്നത് 12 വോൾട്ടിലായിരിക്കാം. അപ്പോൾ അതിനുവേണ്ടി റെഗുലേറ്ററും ബാക്കിയുള്ള റെഗുലേഷൻ സർക്യൂട്ടൊക്കെ അവർ ഇതിനകത്ത് ചെയ്തിട്ടുണ്ടായിരിക്കണം. അപ്പം ഈ കാര്യം നമ്മൾ ഈ പറയുന്ന 20 വോൾട്ടിൽ ഇത് വർക്ക് ചെയ്യിപ്പിക്കാൻ പറ്റും, നമുക്ക് ഇത് 60 വോൾട്ടിൽ വർക്ക് ചെയ്യിപ്പിക്കാൻ പറ്റും. അപ്പോൾ സ്പീക്കർ പ്രൊട്ടക്ഷൻ വർക്ക് ചെയ്യിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് അതിനൊരു റെഗുലേറ്റർ സർക്യൂട്ടൊക്കെ അതിനകത്ത് അവർ ചെയ്തിട്ടുണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലാവുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ഇത്രയും ലെങ്തി ആയിട്ട് തന്നെ ചെയ്യുന്നത്. കാര്യം ഒരുപാട് ആൾക്കാർക്ക് ഒരുപാട് രീതിയിലുള്ള സംശയങ്ങൾ വരുന്നുണ്ട്. നമ്മൾ ചുമ്മാ ഈ ഒരു ബോർഡ് അടിപൊളിയാണ്, ഇത് സൂപ്പറാണ്, ഇത് കൊള്ളാമെന്ന് പറഞ്ഞ് ചെയ്യുന്നതിനേയും കാട്ടി കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞാൽ ചിലപ്പോൾ ആർക്കെങ്കിലും ഒരാളിന് ഉപകാരപ്പെടുമായിരിക്കാം. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് ഇത്രയും ലെങ്തി ആയിട്ട് ഞാൻ വീഡിയോ ചെയ്യുന്നത്. ഈ ഒരു പവർ സപ്ലൈയിൽ പോലും അവർ നല്ല കമ്പോണൻസ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. കണ്ടില്ലേ, വീമയുടെ കപ്പാസിറ്റർ അവർ ഇതിനകത്ത് ഇട്ടിട്ടുണ്ട്. അവർക്ക് ഇതിൽ ഇടേണ്ട ആവശ്യമൊന്നുമില്ല, പക്ഷേ അവരത് ഇതിനകത്ത് ഇട്ടിട്ടുണ്ട്. കാര്യം അവർക്ക് നല്ല ക്വാളിറ്റി പ്രതീക്ഷിച്ച് വാങ്ങാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് വേണ്ടി മാത്രമായിട്ട് ഇറക്കിയിട്ടുള്ളൊരു സാധനമാണ്. അപ്പം അതുകൊണ്ട് അവർ ആ ഒരു ക്വാളിറ്റി തന്നെ ഇത് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഇവിടെ ഒരു സ്വിച്ച് കാണാൻ പറ്റും. കണ്ടില്ലേ, നിങ്ങൾക്ക് ഇവിടെ ഒരു സ്വിച്ച് കാണാൻ പറ്റും. ആ സ്വിച്ച് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലോട്ട് കൊടുക്കുന്ന ഗ്രൗണ്ട് ഉണ്ടല്ലോ, ട്രാൻസ്ഫോമറിൻ്റെ ഗ്രൗണ്ട് നമ്മൾ ഇതിലോട്ട് കൊടുക്കുന്നുണ്ട്. ആ ഗ്രൗണ്ട് ഈ ഒരു സ്വിച്ച് വഴി അവർ കൺട്രോൾ ചെയ്യുന്നത് എന്തിനെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പോയിന്റിൽ കൂടെ നമ്മളിപ്പോൾ മെറ്റൽ സ്പേസറാണ് നമ്മളിവിടെ ഉപയോഗിക്കേണ്ടത്. ഓക്കെ, നമ്മൾ മെറ്റൽ സ്പേസർ ചെയ്യാൻ നിർബന്ധമായിട്ട് നമ്മളിവിടെ ഉപയോഗിക്കണം. അങ്ങനെ മെറ്റൽ സ്പേസർ ഉപയോഗിക്കുന്ന സമയത്ത് ബോഡിക്ക് ഒരു എർത്ത് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ കപ്പാസിറ്റർ ഐസൊലേഷൻ അല്ലെങ്കിൽ ബോഡിക്ക് അങ്ങനെ ഒരു എർത്ത് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു സ്വിച്ച് ഇവിടെ കൊടുക്കുന്നത്. ഈ സ്വിച്ച് നമ്മൾ ഓൺ ആക്കുമ്പോൾ നമുക്ക് ഈ ഒരു ഗ്രൗണ്ട് നമ്മുടെ ബോഡിയായിട്ട് അങ്ങോട്ട് കണക്റ്റ് ആവും. നമ്മളിത് വിടിയിക്കുമ്പോൾ സ്വിച്ച് ഓഫ് ആക്കുമ്പോൾ അത് വിടിയിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ഇത് നമുക്ക് കട്ടാവും. അത് ഇതിനകത്ത് വളരെ കൃത്യമായിട്ട് നമ്മുടെ ഇതിനകത്ത് വളരെ കൃത്യമായിട്ട് അവർ പറയുന്നുണ്ട് കേട്ടോ. ഓൺ ആക്കുന്ന സമയത്തും ഓഫ് ആക്കുന്ന സമയത്തും നമുക്ക് എർത്തിങ് ആവശ്യമാണെങ്കിൽ അത് ചെയ്യാം, ഇല്ലെങ്കിൽ അത് ഒഴിവാക്കാം എന്നുള്ളത് എൻ്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ അതിൻ്റെ ഒരു ഉപയോഗത്തിന് വേണ്ടിയിട്ടാണ് അവർ ആ സ്വിച്ച് അവിടെ യൂസ് ചെയ്തിട്ടുള്ളതെന്നുള്ളതും കൃത്യമായിട്ടും പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതും നമുക്കൊരു ഉപകാരമായിട്ടുള്ളൊരു കാര്യമാണ്. കൂടാതെ തന്നെ ഇതിനകത്ത് സ്പീക്കർ കണക്ഷൻ എങ്ങനെ കൊടുക്കാം എന്നുള്ളതാണ്, BTL മോഡിലും ഒക്കെ എങ്ങനെ കൊടുക്കാം എന്നുള്ളതാണ് അവർ ഇതിനകത്ത്
പറയുന്നത്. ഓക്കെ, അപ്പോൾ ബീറ്റിൽ മോഡിൽ നമ്മൾ കൊടുക്കുന്ന സമയത്ത് നമുക്ക് സാധാരണ എല്ലാവർക്കും അറിയാവുന്നുള്ള തന്നെ പോസിറ്റീവ് സൈഡിൽ നിന്ന് എടുക്കുക എന്നുള്ളതാണ് ഒരു കാര്യമായിട്ട് ഉള്ളത്. ഓക്കെ, അപ്പോൾ പോസിറ്റീവ് സൈഡിൽ നിന്ന് ഇപ്പോൾ BTL ഔട്ടാണ് ഇവർ കാണിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് അതങ്ങനെ കാണിക്കാനുള്ള ഒരു കാരണം എന്ന് വെച്ചാൽ നമ്മൾ BTL മോഡിൽ ഇട്ടതിന് ശേഷം ഒരു നെഗറ്റീവിൽ നിന്ന് ഒരു പോസിറ്റീവിൽ നിന്ന് കണക്ഷൻ കൊടുക്കാനായിട്ട് പാടില്ല എന്നുള്ളത് കൊണ്ടാണ് അവർ സ്പീക്കർ ഔട്ട് BTL മോഡിൽ എങ്ങനെ കൊടുക്കണം എന്നുള്ളത് കാണിച്ചിരിക്കുന്നത്. കണ്ടോ, അതിനകത്ത് പോസിറ്റീവിൽ നിന്നും പോസിറ്റീവ് നിന്നാണ് കണക്ഷൻ എടുത്തിട്ട് നമ്മുടെ സബ് വൂഫറിലേക്കോ അല്ലെങ്കിൽ സ്പീക്കറിലോട്ടോ കൊടുത്തിട്ടുള്ളത്. അങ്ങനെ നിങ്ങൾ ബ്രിഡ്ജ് ചെയ്യുന്ന സമയത്ത്, BTL എന്ന് വെച്ചാൽ ബ്രിഡ്ജാണ്, ബ്രിഡ്ജ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഒരിക്കലും ഗ്രൗണ്ടിൽ നിന്നൊരു കണക്ഷനും പോസിറ്റീവിൽ നിന്നൊരു കണക്ഷനും കൊടുക്കാൻ പാടില്ല. പകരം പോസിറ്റീവിൽ നിന്നും മാത്രമേ കണക്ഷൻ കൊടുക്കാവൂ. അതുകൊണ്ടാണ് അവർ വളരെ കൃത്യമായിട്ടും അത് എഴുതിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. 7,000 രൂപ കൊടുത്ത് ബോർഡും 8,000 രൂപ കൊടുത്തിട്ട് നിങ്ങൾ ബോർഡും വാങ്ങിയിട്ട് ഈ ഒരു ബോർഡ് കത്തിപ്പോയാലുള്ള നിങ്ങളുടെ അവസ്ഥ മനസ്സിലാക്കിയിട്ടാണ് അവർ ഇങ്ങനെ ഒരു സംഭവം പ്രത്യേകിച്ചും കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഈ ഒരു സാധനം വാങ്ങുന്ന സമയത്ത് വളരെ കൃത്യമായിട്ട് ഈ കാണുന്ന പേപ്പർ ഒന്ന് വായിച്ച് പഠിക്കുക. അതിനുശേഷം മാത്രമേ ഇത് ഓണാക്കാവൂ. കാര്യം ചില ആൾക്കാരുണ്ട് ഇതേപോലത്തെ സാധനങ്ങളൊക്കെ വാങ്ങി വർക്ക് ചെയ്യിപ്പിക്കും, ഓണാക്കാൻ ഭയങ്കര നിർബന്ധം, വെപ്രാളമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരത് ആദ്യമേ വാങ്ങി അങ്ങോട്ട് ഓൺ ചെയ്യാനായിട്ട് ശ്രമിക്കും. അപ്പം അങ്ങനെ ശ്രമിക്കുന്ന സമയത്ത് പല കാര്യങ്ങളും നോക്കാതെ ചെയ്യുമ്പോഴാണ് നമുക്ക് ഇതുപോലുള്ള പണി കിട്ടുന്നത് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ ഏകദേശം കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു. നിങ്ങൾ ശ്രദ്ധിച്ച് മാത്രം ഇത് വർക്ക് ചെയ്യിപ്പിക്കുക, മാനുവൽ നോക്കി വർക്ക് ചെയ്യിപ്പിക്കുക. 52001943 പെയറാണ് ഇതിനകത്ത് യൂസ് ചെയ്തിട്ടുള്ളത്. നല്ല ക്വാളിറ്റിയുള്ള ട്രാൻസിസ്റ്ററാണ് ഇതിനകത്ത് അവർ യൂസ് ചെയ്തിട്ടുള്ളത്. 508 സീരീസിൽ വരുന്ന ട്രാൻസിസ്റ്റേഴ്സാണ് ഇതിനകത്ത് യൂസ് ചെയ്തിട്ടുള്ളത്. 3 പെയറാണ് ഇതിനകത്ത് യൂസ് ചെയ്തിട്ടുള്ളത്. മൊത്തം 6 ട്രാൻസിസ്റ്റർ ഒരു സൈഡിനും അതുപോലെ 6 ട്രാൻസിസ്റ്റർ മറു സൈഡിനും അവർ യൂസ് ചെയ്തിട്ടുണ്ട്. മൊത്തം 12 ട്രാൻസിസ്റ്റർ ഇതിനകത്ത് വരുന്നുണ്ട് എന്നുള്ളതാണ് എടുത്തു പറയാനായിട്ടുള്ളൊരു കാര്യം. 250 വാട്ട് ഒരു ചാനലാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ അവരത് കണക്കാക്കി തന്നെയാണ് ഇത് ചെയ്തിട്ടുള്ളത്, സർക്യൂട്ട് ചെയ്തിട്ടുള്ളത്. നമുക്കെപ്പോഴും അറിയാം ഈ പറയുന്ന പോലെ 250 വാട്ട് എന്ന് പറഞ്ഞ് നമ്മൾ 2 ട്രാൻസിസ്റ്റർ, അതായത് 100 വാട്ടിൻ്റെ ആകുമ്പോൾ നമ്മൾ 250 വാട്ട് എന്ന് പറഞ്ഞ് യൂസ് ചെയ്യുന്നുണ്ട്. 4 ട്രാൻസിസ്റ്റർ, അതായത് 2 പേർ വരുന്ന ട്രാൻസിസ്റ്റർ വരുന്ന ബോർഡും നമ്മൾ 250 വാട്ട് എന്ന് പറഞ്ഞ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ റിയലി നമുക്ക് ഈ പറയുന്ന പോലെ സർക്യൂട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ഇവിടെ 3 പെയറാണ് യൂസ് ചെയ്തിട്ടുള്ളത്. സത്യം പറഞ്ഞാൽ ഈ ഒരു രീതിയിൽ ചെയ്യുമ്പോഴാണ് ഈ 250 വാട്ട് നമുക്ക് കിട്ടുന്നത്. അല്ലാതെ ഒരിക്കലും 2 ട്രാൻസിസ്റ്റർ വെച്ചിട്ട് നമുക്കൊരിക്കലും 250 വാട്ടൊന്നും കിട്ടാനായിട്ട് പോകുന്നില്ല. നിങ്ങൾ മനസ്സിലാക്കുക. ഞാനത് നിങ്ങൾക്ക് മനസ്സിലാക്കുന്നതിന് വേണ്ടി മാത്രം പറഞ്ഞതാണ്. ചില ആൾക്കാർ പറയുന്നതെന്ന് വെച്ചാൽ 2 ട്രാൻസിസ്റ്റർ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് 1000 വാട്ട്സും എടുക്കാൻ പറ്റും എന്നും പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒരു രസം, അത്രയേ ഉള്ളൂ. കമ്പനിക്കാരതൊക്കെ പറയും. പക്ഷേ ഇതിനകത്ത് റിയലി RMS എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് 250 വാട്ട് ഒരു ചാനലിന് കിട്ടും എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന ഡ്രൈവർ ട്രാൻസിസ്റ്റേഴ്സൊക്കെ 4793 നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. കൂടാതെ തന്നെ 1837 ഇവിടെ യൂസ് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റുന്നത്. കോമൺലി ഇത് പൊതുവെ ഇങ്ങനെ ആണ് ഡ്രൈവർ സെക്ഷനിൽ ഇത് യൂസ് ചെയ്യുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ഓക്കെ, പിന്നെ ഇതിനകത്ത് മറ്റൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, എടുത്ത് പറയാനായിട്ടുള്ളൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൻ്റെ AC സപ്ലൈ ഇപ്പോൾ നമ്മളിവിടെ കൊടുക്കുന്നു, DC സപ്ലൈ ഇപ്പുറത്ത് ഉണ്ടാക്കുന്നു, എന്നിട്ട് ഔട്ട്പുട്ട് എടുക്കുന്നു. ആ സമയത്ത് ഇവിടെ 2 ഫ്യൂസ് അവർ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഇൻപുട്ടിൻ്റെ സൈഡിലും അവർ 2 ഫ്യൂസ് കൊടുത്തിട്ടുണ്ട്. അപ്പം ഏതെങ്കിലും ഒരു കാരണവശാൽ എന്തെങ്കിലും ഒരു പ്രശ്നം വരികയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ബോർഡിനെ നമ്മുടെ ബോർഡിനെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടും നമ്മുടെ പവർ സപ്ലൈ ഒക്കെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെ അവർ ഇവിടെ 2 ഫീസ് വളരെ നല്ല രീതിയിൽ കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു ബോർഡ് എന്തെങ്കിലും കംപ്ലൈൻറ്റ് ആവുന്ന സമയത്ത് നിങ്ങൾക്ക് പാട്ട് കേൾക്കാത്തൊരവസ്ഥ, വർക്ക് ചെയ്യാത്തൊരവസ്ഥ വരുമ്പോൾ നിങ്ങൾ ഫസ്റ്റ് ചെക്ക് ചെയ്യേണ്ടത് ഈ 2 ഫീസുകളാണ്. ഈ 2 ഫീസും നിങ്ങൾ ചെക്ക് ചെയ്യുക. അതിനുശേഷം മാത്രം ആയിരിക്കണം ഇതിനൊക്കെ വലിച്ചു പൊളിക്കാനായിട്ട് നിൽക്കേണ്ടത്. ഓക്കെ, അങ്ങനെ ഇത് കംപ്ലൈൻറ്റ് വരാനൊന്നുമില്ല. നിങ്ങൾ ഈ പറയുന്ന രീതിയിൽ കറക്റ്റ് സ്പീക്കേഴ്സൊക്കെ കൊടുത്ത് വർക്ക് ചെയ്യിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിനൊന്നും ഒരു കംപ്ലൈൻറ്റും വരത്തില്ല. ഒരുപാട് ആൾക്കാർ പറയുന്നുണ്ടായിരുന്നു ഈ ഒരു ക്ലാസ് D ബോർഡ് ഭയങ്കരമായിട്ട് കംപ്ലൈൻറ്റ് ആവുന്നു. ഞാൻ ഇപ്പോൾ 2 മാസത്തിൽ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്, എനിക്കിതുവരെയ്ക്കും ഒരു കംപ്ലൈൻറ്റും വന്നിട്ടുമില്ല. കൂടാതെ തന്നെ ബ്ലൂടൂത്ത് കണക്ഷൻ കൊടുക്കുന്ന സമയത്ത് വിട്ട് പോകുന്നു എന്ന് പല ആൾക്കാരും പറഞ്ഞു. എനിക്ക് അങ്ങനെ ഒരു പ്രശ്നം ഇതുവരെയ്ക്കും വന്നിട്ടില്ല. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഫോണിൻ്റെയൊക്കെ കുഴപ്പമാവാം. അങ്ങനെ ഒരു പ്രശ്നം വരുന്നത് നിങ്ങളുടെ ഫോണിൻ്റെയൊക്കെ തന്നെ കുഴപ്പമാവാതാണ്ട്. ഇപ്പോഴും ഞാനിത് വർക്ക് ചെയ്യിപ്പിക്കുന്നുണ്ട്, ഒരു പ്രശ്നമില്ല. ഓക്കെ, ഞാൻ ഇതിൻ്റെ ഒരു വീഡിയോ ഞാൻ പല പ്രാവശ്യം ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഞാനിത് പറഞ്ഞതാണ്. നിങ്ങൾക്ക് അങ്ങനെ ഒരു കംപ്ലൈൻറ്റ് വരാനുള്ള സാധ്യത എപ്പോഴും നിങ്ങളുടെ ഭാഗത്തുള്ളൊരു കുഴപ്പം കൊണ്ടായിരിക്കാം.
നിങ്ങളുടെ സ്പീക്കറിൻ്റെ കുഴപ്പം കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന രീതികൾ പലതും ആവാം. അപ്പം അതുകൊണ്ടൊക്കെയാണ് നിങ്ങളുടെ ബോർഡ് കംപ്ലൈൻ്റ് ആകാനുള്ള സാധ്യത കൂടുതലായിട്ടുള്ളത്. പിന്നെ ഈ പറയുന്ന വോൾട്ട് 45 വോൾട്ട് AC ആണ് അവർ ഇതിനകത്ത് റെക്കമെൻഡ് ചെയ്യുന്നത്. അതിൽ കൂടുതൽ കൊടുത്ത് നിങ്ങൾ വർക്ക് ചെയ്യിപ്പിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. 45 വോൾട്ട് നിങ്ങൾ AC തന്നെ കൊടുത്ത് വർക്ക് ചെയ്യിപ്പിക്കാനായിട്ട് ശ്രമിക്കുക. കൂടാതെ തന്നെ ഇതിനകത്ത് നല്ലൊരു ആംപിയർ, ഒരു 15 ആംപിയറിൻ്റെ ട്രാൻസ്ഫോമറുകൾ നിങ്ങൾ യൂസ് ചെയ്യാൻ ശ്രമിക്കുന്നത് നല്ലതായിരിക്കും. നിങ്ങളുടെ ആ ഒരു വർക്കിങ്ങിന് അത് നല്ല രീതിയിൽ ഇതായിട്ട് ഗുണം ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ ഓക്കെ, ഞാൻ ഏകദേശ കാര്യങ്ങളും പറഞ്ഞു കാണുമെന്ന് വിചാരിക്കുന്നു. ഒന്നും കൂടെ പറയാം, മികച്ചതാണ്. നമ്മുടെ നാട്ടിൽ കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും മികച്ചത് തന്നെയാണ്. അപ്പോൾ ഇത്രയും മികച്ചൊരു ആംപ്ലിഫയർ നമ്മുടെ നാട്ടിലേക്ക് കൊണ്ടുവന്നതിന് ഓഡിയോ എക്സിന് ഞാനൊരു താങ്ക്സ് അറിയിക്കുകയാണ്. പിന്നെ ഇതിൻ്റെ ഒരു വർക്കിംഗ് വീഡിയോ എനിക്ക് ഇടാൻ സാധിക്കില്ല. കാര്യം വേറെ ഒന്നുമല്ല, കോപ്പിറൈറ്റ് ഇഷ്യൂ ആണ്. കോപ്പിറൈറ്റ് കിട്ടിക്കഴിഞ്ഞാൽ എനിക്കത് 8ൻ്റെ പണി കിട്ടും. അതുകൊണ്ടാണ് ഞാനത് ചെയ്യാത്തത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ വർക്കിംഗ് വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഒരു റീലായിട്ട് ഞാൻ ഇത് പിന്നീട് നിങ്ങൾക്ക് ഞാൻ വേണ്ടി ചെയ്തിടുന്നതാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ബോർഡ് എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല ബോർഡാണ്. ഇത് വാങ്ങാനുള്ള ക്യാഷ് ഇപ്പോൾ എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ഞാനിത് വാങ്ങുന്നില്ല. ഓക്കെ, അപ്പോൾ ഈ ഒരു ബോർഡ് എപ്പോഴെങ്കിലും എനിക്ക് വാങ്ങാൻ പറ്റുന്ന സമയത്ത് ഞാൻ ഈ ഒരു ബോർഡ് വാങ്ങി എൻ്റെ വീട്ടിൽ വയ്ക്കും. ഓക്കെ, അപ്പോൾ ഓക്കെ, ഈ ഒരു ബോർഡിൻ്റെ വില 8000 രൂപയ്ക്കകത്തുള്ള വിലയാണ് വരുന്നത്. ആർക്ക് വേണമെങ്കിലും വാങ്ങാം. SM ഇലക്ട്രോണിക്സ് ട്രിവാൻഡ്രം അവരുടെ കയ്യിലാണ് ഈ ഒരു ബോർഡ് ഇപ്പം നിലവിൽ അവൈലബിൾ ആയിട്ടുള്ളത്.